ബഹ്റൈനിൽ വന്നിട്ട് ഇത് ആദ്യമായിട്ടാണ് ഒരു മലയാളീസിൻ്റെ നിക്കാഹിന് കൂടുന്നത്. അറബികളുടെയൊക്കെ കല്യാണത്തിന് ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും മലയാളീസിൻ്റെ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇത് എൻ്റെയും സൗസൻ്റെയും ഫ്രണ്ട് പൊന്നൂൻ്റെ നിക്കാഹായിരുന്നു. ഗുദേബയിലുള്ള ചായക്കടയിലെ പാർട്ടി ഹാളിൽ വെച്ചായിരുന്നു നിക്കാഹ് കേട്ടോ. ഒരുപാട് പേരെയൊന്നും വിളിച്ചില്ലായിരുന്നു. ഫ്രണ്ട്സായിട്ട് ഞാനും ജംഷിയും പിന്നെ അവരുടെ ഉപ്പാൻ്റെ വർക്കിംഗ് പ്ലേസിലുള്ള കുറച്ച് സ്റ്റാഫും അവരുടെ അടുത്ത കുറച്ച് റിലേറ്റീവ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫെബ്രുവരിയിലാണ് കല്യാണം. ഇത് ചെറിയൊരു രീതിയിലായിരുന്നു നിക്കാഹ് നടത്തിയത്. ഇവിടെ അറബികളുടെ ആണെങ്കിലും മലയാളീസിൻ്റെ ആണെങ്കിലും കല്യാണങ്ങൾ കൂടുതലും നൈറ്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ പകലല്ലേ, ഇവിടെ നൈറ്റാണ്. നൈറ്റാകുമ്പോൾ ഒരു പ്രത്യേക വൈബും കൂടിയാണ്. ആദ്യം അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് അതിനുശേഷം അവർ ചെയിൻ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അതിനുശേഷം അവർ സൈൻ ചെയ്തു. പിന്നെ കപ്പിൾസിൻ്റെ ഒരു ചെറിയ കുഞ്ഞ് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറേ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ ബ്രദറിൻ്റെ കല്യാണത്തിന് പോയ ശേഷം പിന്നെ ഒരു കല്യാണം കൂടുന്ന ഇതാണ് കേട്ടോ. എനിക്ക് കല്യാണത്തിനൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ നാട്ടിൽ എപ്പോൾ പോയാലും അന്നേരം ഒന്നും കല്യാണമില്ല. അപ്പോൾ ആ ഒരു സങ്കടവും എനിക്ക് അതിൽ കൂടി മാറി കേട്ടോ. അങ്ങനെ പക്ഷേ ശരിക്കും ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം അബ്ദുള്ളയ്ക്ക് ആണെങ്കിൽ ഈ കല്യാണമൊന്നും കൂടാൻ വരുന്നതൊന്നും വലിയ ഇഷ്ടമില്ല. അബ്ദുള്ളയ്ക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം. അങ്ങനെ അവരുടെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം നമ്മളുടെ ജംഷീൻ്റെ മുകളിൽ ബത്തൂലിൻ്റെ ഒരു കുഞ്ഞ് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മളൊരു ഫുഡ് സെക്ഷനിലോട്ട് പോവുകയാണ്. ഫുഡായിട്ടുണ്ടായിരുന്നത് അപ്പം, ഇടിയപ്പം, അതുപോലെ ഫ്രൈ റൈസ്, അങ്ങനെ കുറേ ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് ഫുഡ് കഴിച്ചോളൂ കേട്ടോ. കാരണം അബ്ദുള്ള ഒന്നും ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ വീണ്ടും കുറച്ച് ഫോട്ടോസ് ഇട്ട് പിന്നെയും ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങുവാണ്. കാരണം ഓൾറെഡി നൈറ്റ് ആയിരുന്നല്ലോ കല്യാണം. അപ്പോൾ അതെല്ലാം കൂടി കഴിഞ്ഞപ്പോഴത്തേന് കുറച്ചുകൂടെ നല്ല ലേറ്റായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ബഹ്റൈനിലെ കുഞ്ഞ് കല്യാണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണുന്നവരെ ടാറ്റാ.